വി ഡി സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ്. അത് വന്ദേമാതരവുമായി ബന്ധപ്പെട്ടാണ്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ കെടിയിലാക്കിയിട്ട് ചീഫ് സെക്രട്ടറി തടികൂരി, സതീശൻ പെട്ടു. നോക്കൂ, ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന, 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അവർ പങ്കെടുത്ത സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ വന്ദേമാതരം ആലപിച്ചു. 6 സ്റ്റാൻസകളും പാടി. AICC ആസ്ഥാനത്ത് അബദ്ധത്തിലാണെങ്കിൽ പോലും വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലുന്ന സ്ഥിതിയുണ്ടായി. അത് നിർത്തിവെക്കാനാണ് സോണിയ ആംഗ്യം കാണിച്ചതെങ്കിലും നിർത്തിവെക്കാനല്ല, കസേര കൊണ്ടുവന്ന് ഈ പൊണ്ണത്തടിയനായ ഖാർഗെയെ ഇരുത്താനാണ് ശ്രമിച്ചതെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി വിശദീകരണവും ഇറക്കിയിരിക്കുന്നു. അതായത് വന്ദേമാതരം ഔദ്യോഗികമായി ആലപിക്കാതിരിക്കുക, അതിന് തടസ്സമുണ്ടാക്കുക എന്നത് കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും നയമല്ല. കേരളത്തിൽ മാത്രം അത് ചൊല്ലിയില്ല. അത് തീർച്ചയായും കേരളം ഭരിക്കുന്ന സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, മതപ്രസ്ഥാനങ്ങളുടെ, വർഗീയ പ്രസ്ഥാനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ്. ഇത് വളരെ മുൻകൂട്ടി കണ്ടിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറി ആദ്യം ഒരു ഉത്തരവിറക്കി. കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ അഡ്വൈസറി സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും വന്ദേമാതരം ആലപിക്കണം എന്ന് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ കൂടി ആധാരമാക്കിയിട്ടാണ് വിശ്വനാഥ് സിൻഹ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി സർക്കുലർ ഇറക്കിയത്. കേരളത്തിൽ വലിയ വിവാദമായിരുന്നു. മാധ്യമങ്ങളാണല്ലോ ഇത് വിവാദമാക്കുന്നത്. രാജ്യത്തെ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം നടപ്പാക്കണം എന്ന് പറയുന്നതിന് പകരം എങ്ങനെ നടപ്പാക്കാതിരിക്കാം, എങ്ങനെ അതൊരു വിവാദത്തിലാക്കാം എന്ന് മത്സരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ സതീശനെ കുഴിയിൽ ചാടിച്ചു. സതീശൻ പറഞ്ഞു, ഓഗസ്റ്റ് 15-ന് എന്തു നടക്കുമെന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ സതീശൻ തൊട്ടടുത്ത DK ശിവകുമാറിനെയോ രേവന്ത് റെഡ്ഡിയോ, തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയോ, ഹിമാചലിലെ മുഖ്യമന്ത്രിയോ ഒന്നും വിളിച്ചിട്ട് അളിയ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിലെ 3 മുഖ്യമന്ത്രിമാരും ചെയ്ത കാര്യം കേരളത്തിൽ ചെയ്യാതിരിക്കുക എന്ന ഭീമാബദ്ധം സതീശൻ കാണിക്കില്ലായിരുന്നു. ഇനി ഇപ്പോൾ ഗവർണറുടെ ഓഫീസിൽ നിന്നൊരു വിശദീകരണം വന്നിട്ടുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദ്വൈവാര റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന കസ്റ്റമറി റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഈ കസ്റ്റമറി റിപ്പോർട്ടിൽ കേരളം പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ആധാരമാക്കി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമം അനുസരിക്കുക എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയെ മറികടന്ന് വന്ദേമാതരം ആലപിച്ചില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമം രാജ്യം മുഴുവൻ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. അനുസരിക്കാൻ സംസ്ഥാന സർക്കാരുകൾ ബാധ്യതപ്പെട്ടവരാണ്. ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പിണറായി വിജയൻ മുമ്പ് പറയായിരുന്നു CAA ഇവിടെ നടപ്പാക്കില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല, പിണറായിക്ക് പറയാന്നേ ഉള്ളൂ. കാരണം ആദ്യമായി ട്രാൻസിസ്റ്റ് ബോംബുകൾ, തടങ്കൽ പാളയങ്ങൾ പക്ഷേ CAA പ്രകാരം ഉണ്ടാക്കിയത് കേരളത്തിലാണ്. അത് നടപ്പായേ പറ്റൂ. കേന്ദ്ര നിയമം സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സതീശൻ ഇങ്ങനെ ചെയ്തതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞ മുസ്ലിം പ്രീണനം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഗവർണർ റിപ്പോർട്ട് കൊടുക്കും. ഗവർണർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ ഉറപ്പായിട്ടും പിരിച്ചുവിടും. ഒരു തർക്കവുമില്ല. കാരണം അതിനുള്ള അധികാരമുണ്ട്. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ഭരണഘടനയുടെ നിയമാനുസൃതമായ വ്യവസ്ഥ ഉപയോഗിച്ച് പിരിച്ചുവിടാം. പക്ഷെ മോദി ചെയ്യില്ല. മോദി 12 വർഷമായിട്ടും അധികാരത്തിലിരിക്കുന്നു. ബംഗാൾ വരെ നമ്മൾ കണ്ടാണ്. 12 വർഷക്കാലം ബംഗാൾ എന്തായിരുന്നു? ബംഗാളിൽ നരവേട്ട നടക്കുകയായിരുന്നു. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു. BJP പ്രവർത്തകരെ കൊല്ലുകയായിരുന്നു. മുസ്ലിങ്ങളെ അങ്ങ് പ്രീണിപ്പിച്ച് അവർക്ക് തന്നെ പൊറുതിമുട്ടുന്ന തരത്തിലേക്ക് മമതയുടെ ഇസ്ലാമിക പ്രീണനം മാറിയിട്ടും കേന്ദ്രം കാമ എന്ന് മുണ്ടിയില്ല, ചെറുവിരൽ അനക്കിയില്ല, 356 പ്രയോഗിച്ചില്ല. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് പറയുന്ന ബാൽ താക്കറയെ ഓർമ്മിക്കണം എന്നൊക്കെ പറയാറുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ഏതായാലും കേന്ദ്രം ഒന്നും ചെയ്തില്ല. ആർട്ടിക്കിൾ 386 താൻ ഒരിക്കലും പ്രയോഗിക്കത്തില്ല എന്ന് കഠിന മൃദത്തിലോ ശബ്ദത്തിലോ ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയത്തിലും കേരള സർക്കാരിനെതിരെ ഈ വകുപ്പ്
നരേന്ദ്രമോദി പ്രയോഗിക്കാൻ പോകുന്നില്ല, അതുറപ്പാണ്. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്. നമ്മളപ്പോൾ ഇതിൻ്റെ നിയമവശം കൂടെ ഒന്ന് പരിശോധിക്കണം. അതായത് ഈ വന്ദേ മാതരം അല്ലെങ്കിൽ ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും, ദേശീയ ഗാനം ജനഗണമനയും ദേശീയ ഗീതം വന്ദേ മാതരവുമാണ് 1950 ഭരണഘടന നിർമ്മാണ സമിതി വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. അതിൻ്റെ 2 പാരഗ്രാഫുകൾ, 2 ഖണ്ഡികകൾ ദേശീയ ഗീതമായി അംഗീകരിച്ചു. ബാക്കിയുള്ള ഖണ്ഡികകൾ അംഗീകരിക്കാതിരിക്കേണ്ട കാരണം അന്നും ഇതുപോലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള എതിർപ്പ് കണക്കിലെടുത്തിട്ടാണ് അന്ന് കേന്ദ്ര സർക്കാരും അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയും 1950 വരെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പിരിഞ്ഞു പോയത്. അവരിങ്ങനെ 2 സ്റ്റാൻസ് അംഗീകരിച്ചു. അതിന് സ്റ്റാറ്റസ് ദേശീയ ഗാനത്തിന് തുല്യമായി കൊടുത്തത് ഇപ്പോഴാണ്. ദേശീയ ഗാനത്തെ പോലെ തന്നെ വന്ദേ മാതരവും ആലപിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുകയോ അനാദരവ് കാണിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് കിട്ടും എന്നാണ്. പിന്നെ വന്ദേ മാതരവും ദേശീയ ഗാനവും ആലപിച്ചേ പറ്റൂ എന്ന് ആരോടും ക്ഷണിക്കാൻ പറ്റില്ല എന്ന് ബിജോയ് ഇമ്മാനുവലിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. യഹോവ സാക്ഷികളുടെ കേസ് ഓർക്കുന്നില്ലേ? യഹോവ സാക്ഷികളുടെ സ്കൂളിൽ വന്ദേ മാതരം പാടാൻ പറ്റത്തില്ല, ഞങ്ങൾക്കത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് ഒരു സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പാടിയാൽ മതി. അത് ശരിക്കും ആ വിധിയോട് യോജിപ്പുള്ള ആളല്ല ഞാൻ. രാജ്യമാണ് പരമപ്രധാനം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ രാജ്യത്തിന് താഴെയാണ് എന്ന് പറയേണ്ടുന്ന ഒരു വിധിയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് വരേണ്ടത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളുടെ മതത്തിൽ അത് പറയുന്നില്ല എങ്കിൽ വേണ്ട, പിന്നെ നിർബന്ധിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ സിനിമാ തിയേറ്ററുകളിൽ ജനഗണമന ആലപിക്കുമ്പോൾ എണീറ്റ് നിന്നില്ല എന്ന പേരിൽ ആർക്കെതിരെയും കേസെടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതി പൗരാവകാശങ്ങൾക്കാണ് രാജ്യത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ പൗരാവകാശങ്ങളാണ് രാജ്യത്തെക്കാൾ വലുതെന്ന് പറയും. വേറെ ചിലർ പറയും എൻ്റെ മതമാണ് എനിക്ക് രാജ്യത്തെക്കാൾ വലുതെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവർ ഇന്ത്യ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാലോ അപ്പോഴും എനിക്ക് എൻ്റെ മതമാണ് വലുത് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്രമിക്കാൻ വരുന്ന ശത്രുവിൻ്റെ കൂടെ ചേരുമെന്ന് തന്നെയാണ് അതിൻ്റെ ലളിതമായ പച്ച മലയാളം. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുകയാണ് പലപ്പോഴും നമ്മുടെ നീതിപീഠം. കേരള ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നു, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുന്നതിനും എതിരെ വിഴിഞ്ഞത്തെ പാതിരിമാരെല്ലാം കൂടെ സമരം നടത്തി. വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസ് ജീപ്പ് കത്തിച്ചു, പോലീസുകാരെ അടിച്ച് പഞ്ചറാക്കി കളഞ്ഞു. ഒരു പോലീസുകാർക്ക് തല്ല് കിട്ടിയ നിമിഷം ഒരാൾക്കെതിരെയും കേസെടുത്തില്ല, ഒരു കത്തനാരെയും ശിക്ഷിച്ചില്ല. പക്ഷേ ആ സമരത്തിന് ഫണ്ട് കൊടുത്തത് 2 സംഘടനകളാണ്. അവർക്ക് FCRA വിദേശത്തു നിന്ന് കിട്ടിയ ഫണ്ട് ഇവർ ഈ സമരത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അവരുടെ FCRA ലൈസൻസ് റദ്ദാക്കിയിരുന്നു. പക്ഷെ കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ കാശ് കൊടുത്താൽ എന്താ കുഴപ്പം, അതിൻ്റെ പേരിൽ ലൈസൻസ് ഒന്നും കളയണ്ട എന്നൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിധിയാണ്. സത്യത്തിൽ രാജ്യത്തെ വിരുദ്ധമായ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിൽ ഒരു വലിയ നാഴികക്കല്ലായ വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് കിട്ടിയ ഫണ്ട് സമരക്കാർക്ക് കൊടുത്തു എന്ന കാര്യത്തിൻ്റെ പേരിൽ ലൈസൻസ് റദ്ദാക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. എന്ന് പറഞ്ഞാൽ വിദേശത്ത് ഫണ്ട് വരട്ടെ, ആ സംഘടനകൾ വാങ്ങട്ടെ, എന്നിട്ട് രാജ്യത്തെ അട്ടിമറിക്കാനുള്ള സമരക്കാർക്ക് കൊടുക്കട്ടെ. ഹൈക്കോടതിക്ക് പരമസുഖം. ഇത് കേരള ഹൈക്കോടതി ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചർച്ചയാവുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഇവിടെയൊക്കെ ഏത് ഫണ്ട് വന്നാലും ഏത് കാശ് വന്നാലും എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും രാജ്യത്തെ തകർക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളുള്ളതുകൊണ്ട് ഇത്തരം വാർത്തകൾ ചർച്ചയാവത്തില്ല, അതൊരാളും പറയത്തില്ല. ഏതായാലും നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം, വന്ദേമാതരത്തിലേക്ക് വരാം. വന്ദേമാതരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വന്ദേമാതരത്തിൻ്റെ 180-ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന് ദേശീയ ഗാനത്തിൻ്റെ പദവി കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ 51A അനുച്ഛേദത്തിൽ ദേശീയ ഗാനം, അതായത് ജനഗണമന, ദേശീയ പതാക എന്നിവയെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അതുകൊണ്ട് വന്ദേമാതരം ഈ പറയുന്ന പോലെ നിർബന്ധമായി ആലപിക്കണം എന്ന് ഒരു ഉത്തരവിടാൻ കേന്ദ്ര സർക്കാരിന് പരിമിതിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A ജനഗണമനയ്ക്കൊപ്പം അല്ലെങ്കിൽ നാഷണൽ ആന്തത്തിനൊപ്പം നാഷണൽ സോങ് എന്നതുകൂടി ചേർക്കണം ഒന്നത്. രണ്ടാമത്തെ കാര്യം, വന്ദേമാതരത്തിന് പക്ഷേ ഇപ്പോൾ തുല്യ പദവി കൊടുത്തതുകൊണ്ട് അതിനോട് അനാദരവ് കാണിച്ചാൽ അല്ലെങ്കിൽ അത് ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ
ശിക്ഷ കിട്ടും, 3 വർഷം വരെ ശിക്ഷ കിട്ടും. അതും തർക്കമില്ലാത്ത കാര്യമാണ്. അതിവിടെ ഇപ്പം വന്ദേമാതരം ഇപ്പോൾ BJP-കാർ പാടിക്കൊണ്ടിരിക്കുന്നു. പോലീസുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ചെന്നിട്ട് പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ചെല്ലുന്നവർക്ക് പണി കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയാൽ ആ ഉത്തരവ് നടപ്പാക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ ബാധ്യതയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിക്ക് അറിയാമായിരുന്നു ഇത് കുളമാകും, പ്രശ്നമാകും എന്നതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് പണി കിട്ടരുത് എന്ന് കരുതിയിട്ട് പുള്ളി ആദ്യമേ ഒരു സർക്കുലർ ഇറക്കി. ആ സർക്കുലർ നടപ്പാക്കേണ്ട എന്ന് തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് ചീഫ് സെക്രട്ടറി ക്ലീനായിട്ട് ഊരി. ഇനി ജില്ലാ കളക്ടർമാർ ഇത് സംഘടിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കളക്ടർമാർക്കാണ്. ജില്ലാ ഭരണകൂടമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടത്തുന്നത്. അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. കളക്ടർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്ദേമാതരം സർക്കാരല്ല, മന്ത്രിമാരല്ല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ജില്ലാ തലത്തിൽ സംഘടിപ്പിക്കുന്നത്. അവിടെ ഈ തരത്തിൽ വന്ദേമാതരം ആലപിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി പോയാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേറെ ഉണ്ടാക്കിയത്. ഈ കെ എന്ന് പറഞ്ഞാൽ കേരളയാണോ കമലയാണോ എന്നൊരു തർക്കം ചിലരൊക്കെ പറയാറുണ്ട്. പിണറായി എന്തു തുടങ്ങിയാലും കെ എടുത്ത് മുന്നിൽ വെക്കും. അത് കമലയുടെ കെ ആണ് എന്ന് ചിലരൊക്കെ പിണറായി വിരുദ്ധർ പറയാറുണ്ട്. ഏതായാലും കേരളത്തിൻ്റെ കെ ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഏതായാലും അതുകൊണ്ട് ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് IPS-കാരും IAS-കാരും. അവരെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി ഊരിയത്. ഇനി സതീശൻ്റെ കാര്യം. സതീശനെതിരെ കേസെടുക്കാൻ പറ്റുമോ? ഇല്ല. മന്ത്രിമാർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ബിജോയ് ഇമ്മാനുവലിൻ്റെ കേസിൽ പറയുന്നുണ്ട് നിർബന്ധിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇവിടെ ഒരു മര്യാദയാണ് പ്രശ്നം. അതായത് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവിറക്കിയാൽ അത് എത്രത്തോളം നടപ്പാക്കാതിരുന്നാൽ നേരത്തെ പറഞ്ഞ 386 ഉപയോഗിച്ച് പിരിച്ചുവിടാം. നരേന്ദ്രമോദി ഒരിക്കലും ഇന്ദിരാഗാന്ധി ആവത്തില്ല. അദ്ദേഹം ഒരു സർക്കാരിനെയും പിരിച്ചുവിടത്തില്ല. അദ്ദേഹം എറുമ്പിനെ പോലും കൊല്ലാത്ത പാവ മനുഷ്യനാണ്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തെ ഫാസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ പിന്നീട് എന്താണ്, ഗവർണർ റിപ്പോർട്ട് കൊടുക്കുന്നു. നാളെ ഒരാവശ്യത്തിന് VD സതീശൻ നരേന്ദ്രമോദിയെ കാണാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ അമിത്ഷായെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ മോദിജിയോ അമിത്ഷായോ ചോദിക്കുന്നു, അല്ല സതീശ, നിങ്ങൾക്കിപ്പോൾ കേന്ദ്രത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ, പക്ഷെ കേന്ദ്രം ഒരു ഉത്തരവ് ഇറക്കിയാൽ അത് നടപ്പാക്കാത്ത മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ? നിങ്ങളുടെ 3 മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ശിവകുമാറും രേവന്തയും ഒക്കെ നടപ്പാക്കിയല്ലോ. അപ്പോൾ നിങ്ങൾ മാത്രം നടപ്പാക്കാത്ത, കേന്ദ്രം പറയുന്ന അനുസരിക്കാത്ത നിങ്ങൾ എന്തിനാണ് കേന്ദ്രത്തിൻ്റെ മുന്നിൽ ആവശ്യമായി വന്നിരിക്കുന്നത്? നിങ്ങളങ്ങ് നടപ്പാക്ക് എന്ന് മോദി പറഞ്ഞാലോ, അമിത്ഷാ പറഞ്ഞാലോ? അമിത്ഷാ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ മോദി ഒരിക്കലും പറയില്ല. കാരണം മോദി അങ്ങനെ ശീലിച്ചിട്ടില്ല. അദ്ദേഹം ഒരു സാത്വികനാണ്. അദ്ദേഹം ഈ പദവിക്ക് ഒഴിഞ്ഞിട്ട് ഹിമാലയത്തിൽ പോകാനിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പറയത്തില്ല. അതുകൊണ്ട് സതീശൻ രക്ഷപ്പെട്ടു. പക്ഷേ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുകൾ നടപ്പാക്കാത്ത ഒരു സംസ്ഥാന സർക്കാരിന് എത്ര കാലം കംഫർട്ടബിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ചോദ്യമുണ്ട്. നാളെ കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പണം കിട്ടണം, നമുക്ക് പദ്ധതി കിട്ടണം, അതൊക്കെ ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ നികുതിപ്പണമാണ് എന്ന് കേരളം എത്രമേൽ ശക്തമായി വാദിക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഗിവ് ആൻഡ് ടേക്ക് ആണ് പോളിസി. ഇങ്ങോട്ടുള്ളത് മാത്രം കൊടുത്താൽ പോരാ, അവിടെ നിന്നുള്ളത് പറഞ്ഞാൽ കേൾക്കുകയും വേണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇപ്പം നോക്കൂ, എത്ര പെട്ടെന്നാണ് DK ശിവകുമാർ, വേണമെങ്കിൽ പറയാം DK ശിവകുമാർ പഴയ സംഘിയായിരുന്നു എന്ന്, നിയമസഭയിൽ ഗണഗീതം പാടിയിട്ടുണ്ട് DK ശിവകുമാർ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത പഴയ ABUP-കാരനാ, വേണേ അങ്ങനെ പറ. ഇത് ഹിമാചൽ മുഖ്യമന്ത്രി ഇന്നോ നാളെയോ എപ്പോഴാണോ എന്നറിയില്ല BJP ചേരാനിരിക്കുന്ന ആളാണ് എന്നും പറ. സതീശൻ എന്നെ കൊന്നാലും ഞാൻ BJP പോകത്തില്ല എന്ന് പറയുന്ന ആളാണ് എന്നും പറ. പക്ഷേ ഈ സതീശൻ കഴിഞ്ഞിടയ്ക്ക് കുറേ ഹിന്ദു ഐക്കണുകൾ കാണിച്ചിരുന്നു. അദ്ദേഹം പിതാവിൻ്റെ ബലിയിടാൻ പോയി. ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം അമൃതാനന്ദമയി ദേവിയെ കാണാൻ പോയി. മന്ത്രിസഭയിലെ സഹപ്രവർത്തകനായ ഷാജിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അതിനു മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്വന്തം അച്ഛൻ്റെ പേര് പറഞ്ഞു, മേനോൻ എന്നുള്ള പേര് പറഞ്ഞു. അദ്ദേഹത്തിന് ആർജവത്തോടെ സ്വന്തം അച്ഛൻ്റെ പേര് പറയാൻ പറ്റുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റാത്ത ആളുകൾക്ക്, സ്വന്തം തന്ത ആരാണെന്ന് പറയാൻ പറ്റാത്ത ആളുകൾക്ക് സതീശൻ അച്ഛൻ്റെ പേര് പറഞ്ഞത്, അച്ഛൻ്റെ മുഴുവൻ പേര് പറഞ്ഞത് വലിയ പ്രശ്നമായിട്ട് തോന്നി. പക്ഷേ ഇതൊക്കെ പതുക്കെ സതീശൻ കാണിക്കുന്ന ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണോ എന്നൊരു ചർച്ച ചിലരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. സതീശനെ സംബന്ധിച്ചിടത്തോളം
കേരളത്തിൽ 30 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി തൻ്റെ പിതൃക്കൾക്ക് ബലിയിടുന്നത്, അമ്മയെ പോയി കാണുന്നത്, ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വലിയ ആക്ഷേപമായിരുന്നു. പക്ഷേ നമുക്ക് 30 വർഷത്തിന് ശേഷം, കരുണാകരന് ശേഷം അമ്പലത്തിൽ പോകുന്ന എൻ്റെ വിശ്വാസം ഇതാണെന്ന് പരസ്യമായി പറയാൻ മടിയില്ലാത്തൊരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നു എന്ന ഭാഗം ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അത് ചെയ്യുന്നതിന് ഒരു ബാലൻസിങ് ആയിട്ട് മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ദേമാതരം പാടുന്നില്ല എന്നുകൂടി കാണിക്കുന്ന ഒരു സർക്കസുകാരൻ്റെ ട്രിപ്പീസ് കളിയുണ്ടല്ലോ, ആ ട്രിപ്പീസ് കളിയാണ് ഇപ്പോൾ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് അധികം ആയുസ്സുണ്ടാവത്തില്ല. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, സതീശൻ സർക്കാർ പെട്ടു. കേന്ദ്രത്തിൻ്റെ റഡാറിൽ, കേന്ദ്രത്തിൻ്റെ അനിഷ്ടത്തിന് പാത്രീഭൂതനായിരിക്കുന്നു എന്ന് തർക്കമില്ല. ഒരുപക്ഷെ കർണാടകയും തെലങ്കാനയും ഹിമാചൽ പ്രദേശും ഇതുപോലെ വന്ദേമാതരം ആലപിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ സതീശന് ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ടാകുമായിരുന്നു. സതീശൻ ഒറ്റപ്പെട്ടു പോയി. കോൺഗ്രസിലെ മറ്റു മുഖ്യമന്ത്രിമാർ പോലും കൂടെ നിന്നില്ല. അവിടെയാണ് കേരള സർക്കാരിൻ്റെ പിന്നാക്കം പോകൽ, തിരിച്ചടികൾ ആരംഭിക്കുന്നത്. രാഷ്ട്രീയമായി കേരള സർക്കാരിന് ഇനി ആദ്യ പ്രഹരം എപ്പോൾ കിട്ടും എന്ന് കാത്തിരിക്കുക. നമുക്ക് വേറെ പറയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്ത് വന്നാലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി പോയി സ്വീകരിക്കണമെന്നത് പ്രോട്ടോക്കോളാണ്. പക്ഷേ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ചെന്നില്ലെങ്കിലോ? എത്രയോ തവണ മമതാ ബാനർജി പോകാതിരുന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ കാലും കയറ്റി ഇരിക്കുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ കയറി വന്നാൽ എണീറ്റില്ലെങ്കിൽ മിനിമം ആ കാലിൻ്റെ മേൽ കയറ്റി വെച്ച് കാലെന്നെടുത്ത് താഴെ വെക്കുക എന്നുള്ളത് ഒരു നിയമമല്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു നിയമ നടപടി ഉണ്ടാവത്തില്ല. പക്ഷെ മര്യാദ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് രാഷ്ട്രീയത്തിലും അത്യന്താപേക്ഷിതമായ ഒന്നാണ് എന്ന് ഈ വന്ദേമാതര വിവാദം ഓർമ്മിക്കുന്നുണ്ട്. സതീശൻ ഇതുവരെ പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് മിന്നി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സതീശൻ്റെ രാഷ്ട്രീയ തിരിച്ചടികൾ ഓഗസ്റ്റ് 15 മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ള ഒരു പ്രവചനം നടത്തിക്കൊണ്ട് ഞാൻ ഈ വർത്തമാനം അവസാനിപ്പിക്കാം. ഏതായാലും ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണേ.